ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു വിശേഷം പറയാനാണ്. ഞാനിന്ന് കയ്യിലൊക്കെ പിടിച്ചൊന്ന് വീഡിയോ ഒക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വ്ളോഗിങ് ചെയ്യുമ്പം എനിക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. നിങ്ങൾ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ വിമിചേട്ടൻ പുറത്ത് പോയതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 3 മണിക്കൂർ ദൂരമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞ പോലെ ഒരാളെ കാണാനാണ് പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഒരാളെ കാണാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 3 മണിക്കൂർ ദൂരമുണ്ട്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പം വിമിചേട്ടൻ ഇവിടെ ഉണ്ട്. ഒരു 4 മണി ആ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. 4:15 4:30 ആ സമയത്താണ് ട്രെയിനിൽ പോകണം. അപ്പോൾ ഞാൻ ഇന്ന് ഫുൾ തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് ഫുഡെല്ലാം ആക്കി വെച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഇനി ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ട് പോകണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റണം. ഇതൊക്കെ ഒന്ന് തണിയാൻ വേണ്ടി വെച്ചിരിക്കുന്ന കേട്ടോ. ബീട്രൂട്ട് പച്ചടി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇതിൽ സാമ്പാറാണ് കേട്ടോ. ഇതിൽ മുട്ടക്കറി ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ജീര റൈസ് പോലെ അങ്ങനെ ആക്കി വെച്ചു. ഇതിൽ പപ്പടം, ഇതിൽ മുളക്, ഇതിലെന്താ അവിയലാണ് കേട്ടോ. ഇതിൽ അവിയലാണ് ആക്കി വെച്ചത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആക്കി വെച്ചിട്ട് പോകുന്നത്. അത് ഒരു 1-2 ദിവസത്തേക്ക് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ ചോറ് വിപ്പിച്ചേട്ടൻ വെച്ചോളും. പിന്നെ അത്യാവശ്യം കറിയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തോളും, കുഴപ്പമില്ല. ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനി എനിക്ക് റെഡി ആവണം പോകാൻ വേണ്ടിയിട്ട്. 4:30 നമ്മുടെ 4:30 തോന്നുന്നു ട്രെയിനാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് കാണാം കേട്ടോ. ആകെ ഹറിബറി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വീഡിയോ വൈൻഡപ്പ് പറയാനോ ഒന്നും പറ്റിയില്ല. ഇത് ഞാൻ പിറ്റേ ദിവസമാണ് ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു. ഒരു ലോക്കൽ ട്രെയിനിലാണ് പോകുന്നത്. മിസ്സാമാരിയിൽ ശ്രുതി ചേച്ചി, എൻ്റെ ഫ്രണ്ട് ചേച്ചീനെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോസ്റ്റിംഗ് ഔട്ട് ആവുന്നതിന് മുന്നേ കാണാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് വിപിചേട്ടൻ എന്നെ വിളിച്ചു. എനിക്ക് സീറ്റൊക്കെ കിട്ടിയോയെന്ന് ചോദിച്ചു. കാരണം 1 മിനിറ്റിൽ പെട്ടെന്ന് കയറുമായിരുന്നു കേട്ടോ. ഞാനൊരു 9 മണിയൊക്കെ ആയപ്പോഴാണ് മിസ്സാമാരിയിൽ എത്തുന്നത്. മിസ്സാമാരിയിലെത്തി പെട്ടെന്ന് ചേച്ചീനെ കൂട്ടാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അപ്പോൾ എനിക്ക് വൈൻഡപ്പ് ഒന്നും പറയാൻ പറ്റിയില്ല. പിറ്റേന്നാണ് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ കൂട്ടാൻ വന്നു. വീട്ടിലെത്തി. ഇപ്പം കാണുന്നത് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങി അവിടോട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.